വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനം. അവൻ അവിടം വിട്ട് യൂദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി. വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി. പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപാത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്കു വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. വിവാഹത്തെ സംബന്ധിച്ചുള്ള യേശുവിന്റെ കാഴ്ചപ്പാട്. ഗലീലിയിലെ കഫർനാമിൽ നിന്ന് യൂദായിലേക്ക് തന്റെ ശിഷ്യന്മാരുമൊത്ത് യേശു ഒരു യാത്ര തരപ്പെടുത്തുകയാണ്. ഈ യാത്രയുടെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക. യേശു യൂദായിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അനേകം ആളുകൾ യേശുവിന്റെ അടുത്ത് ഓടിക്കൂടി എന്ന് സുവിശേഷകൻ നമ്മോടായി പറഞ്ഞു തരുന്നു. തന്റെ ചുറ്റും ഓടിക്കൂടിയ ആ ജനങ്ങളോട് പല കാര്യങ്ങളും യേശു പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. അതിനിടയിലാണ് ഒരു പറ്റം ഫരീസയർ യേശുവിനെ സമീപിക്കുന്നതായിട്ട് നാം കാണുന്നത്. ഫരീസയർ യേശുവിനെ സമീപിക്കുന്നത് സാധാരണ രീതിയിൽ യേശുവിനെ ശ്രമിക്കുന്നതിനോ യേശുവിൽ നിന്ന് പഠിക്കുന്നതിനോ ഒന്നുമല്ല, മറിച്ച് യേശുവിനെ പരീക്ഷിക്കാനും സാധിക്കുമെങ്കിൽ വിവാദത്തിൽ കുരുക്കാനും വേണ്ടി ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സാമാന്യം ഫരീസയർ യേശുവിനെ സമീപിക്കുന്നതായിട്ട് നാം കാണുക. ഇപ്രാവശ്യം അവര് പരീക്ഷിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത വിഷയം വിവാഹത്തെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചുമുള്ളതായിരുന്നു. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ്. ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ള വ്യവസ്ഥിതിയായതുകൊണ്ട് മനുഷ്യൻ അതിൽ ഇടപെടാൻ അവന് അർഹതയില്ല. ആ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യാനും മനുഷ്യന് അവകാശമില്ല. ആ വ്യവസ്ഥിതി അസാധുവാക്കാനും മനുഷ്യന് അധികാരമില്ല. അത് അഭേദ്യമായിട്ട് ഈ ലോകത്തിൽ തുടരേണ്ടതും പവിത്രമായിട്ട് അംഗീകരിക്കപ്പെടേണ്ടതും ആണ് എന്നുള്ളതാണ് യേശുവിന്റെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനോട് പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളായിരുന്നു ഫരീസയർ എന്ന് ഉള്ളത് കൊണ്ടും കൂടിയാകാം ഈ വന്ന ഫരീസയരുടെ സമൂഹം ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വിവാഹം അഭേദ്യമാണ്, വിവാഹമോചനം സാധാരണ രീതിയിൽ ഉദ്ദേശിക്കപ്പെടുന്നതല്ല എന്നുള്ളതാണ് നിന്റെ നിലപാട് എന്ന് വരികയിൽ നിയമദാതാവായ മോസസ് എന്തുകൊണ്ട് വിവാഹമോചനം അനുവദിച്ചു? ഇതായിരുന്നു അവരുടെ ചോദ്യം. യേശു അതിന് ഉത്തരമായിട്ട് അവരോടായിട്ട് പറയുന്നു, മോസസ് ചില ആനുകൂല്യം നിങ്ങൾക്ക് തരാൻ ഇടവന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യം നിമിത്തവും നിങ്ങളുടെ ഇടുങ്ങിയ മനസ്ഥിതി മൂലവും നിങ്ങളുടെ ഇരട്ടത്താപ്പ് നയം മൂലം മോസസ് നിങ്ങൾക്ക് ചില വ്യവസ്ഥകൾക്ക് അധീനപ്പെട്ട് അങ്ങനെ അനുവാദം നൽകിയതാണ്. അത് ആനുകൂല്യമാണ്, അത് അവകാശമല്ല.
യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിവാഹം എന്നുള്ളത് അഭേദ്യമായിട്ട് തുടരാൻ വേണ്ടി സ്ഥാപിതമായിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതിൽ മനുഷ്യനെ ഇടപെട്ട് മനുഷ്യനെ അത് മോചനം നൽകാൻ ഉള്ള അവകാശവും അധികാരവും ഇല്ല എന്നുള്ളത് ആണ് യേശുവിന്റെ വ്യക്തവും ഉറച്ചവുമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയപ്പോൾ തൽക്കാലത്തേക്ക് വിവാദം അവസാനിപ്പിച്ച് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്ന ആ ഫരിസേയ സമൂഹം യേശുവിനെ വിട്ടുപോയി എന്ന് വേണം വിചാരിക്കാൻ. ഇങ്ങനെ ആ അവസരത്തിൽ ആ പരീക്ഷയുടെ അവസരമാണ് എന്ന് ഒരിക്കൽ തന്നെ അവസരം പ്രമാണിച്ചുകൊണ്ട് യേശു തന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകള് വ്യക്തമാക്കിയാണ് ജനസമൂഹത്തിന്റെ മുമ്പിൽ എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.